നമസ്കാരം. എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്റർ ട്രിവാൻഡ്രം, എൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ്. കണ്ണിൻ്റെ ഒരുപാട് സോക്കേട് വരാറുണ്ട്. അപ്പോൾ ഞരമ്പ് കൊണ്ടുവരാം, അല്ലാതെ കൊണ്ടുവരാം, പല കാരണങ്ങൾ തന്നെയും കണ്ണിന് വരാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് കാറ്ററാക്റ്റിനെ പറ്റിയാണ്. കാറ്ററാക്റ്റ് മലയാളത്തിൽ പറയുന്നത് തിമിരം എന്നാണ് പറയുന്നത്. ഈ തിമിരം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് തിമിരം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു തിമിരം ഒരു 10, 40 അല്ലെങ്കിൽ 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് തുടക്കമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ കൊച്ചു പ്രായം തൊട്ടേ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വളരെ പലതാണെങ്കിൽ തന്നെയും കാരണങ്ങൾ ഏകദേശം എല്ലാം ഒരുപോലെയാണ്. ഇപ്പോൾ തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ലാത്ത സെല്ലുകൾ നമ്മുടെ കണ്ണിൻ്റെ അടിഞ്ഞുകൂടും. അതിൻ്റെ അതിന് പാളികളെന്ന് പറയും. അപ്പോൾ കൺപാളികളിൽ അടിഞ്ഞുകൂടുന്ന ഒരു കട്ടിയായിട്ടുള്ള സെല്ലുകളാണ്, കോശങ്ങളാണ്. ആ കോശങ്ങൾ ആരംഭത്തിൽ തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്കത് മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിന് പ്രത്യേകമായിട്ടുള്ള ഐ ഡ്രോപ്സ് ഉണ്ട്, ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ട്, അതിന് പറ്റിയ വൈറ്റമിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റമിൻ എ നല്ല എഫക്റ്റീവാണ്. അതുപോലെ മൾട്ടി വൈറ്റമിൻസൊക്കെ ഉപയോഗിക്കാം, ഇതെല്ലാം ഉപയോഗിക്കാം. അത് കൂടാതെ പല ഐ ഡ്രോപ്സുകളും നമുക്ക് ഉപയോഗിക്കാം. ഈ ഐ ഡ്രോപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയും വളരെ ഇത് അടിഞ്ഞു കൂടുന്നത് ഒരു പരിധി വരെ നിൽക്കും. പിന്നെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്കാണ് ഈ കാറ്ററാക്റ്റ് കംപ്ലീറ്റ് അങ്ങ് മൂടും. അത് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ. കാരണം പിന്നെ നമുക്ക് മെഡിസിനൊന്നും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ഉദാഹരണം, ഞാൻ പല വൈദ്യശാസ്ത്രം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറായതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം, ഈ തിമിരത്തിന് ഏറ്റവും വെച്ച് അതിൻ്റെ ആരംഭത്തിൽ കൊടുക്കാവുന്നത് വളരെ സേഫായിട്ട് വേണം, വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിനാണ്. അത് നിങ്ങളൊരു നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ തിമിരത്തിനുള്ള ഇത് ഇൻറ്റേർണലായിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് അവർ പറഞ്ഞു തരും. അപ്പോൾ ഞാനൊരു മെഡിസിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ പേഷ്യൻറ്റിനും ഓരോ ഡോസാണ്. ഇപ്പം മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിന് അറിയത്തില്ലെന്നുള്ള അവർക്കും അറിയാം. അതിന് നമുക്ക് അവർ മോഡേൺ മെഡിസിൻ നമുക്ക് പറയാവുന്നത് വൈറ്റമിൻ തെറാപ്പിയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മൾട്ടി വൈറ്റമിൻസ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൽ തന്നെ പല ഓയിൻമെൻറ്റ്, ഈ ഐ ഡ്രോപ്സുകളുണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ കഴിയുന്നത് നീൻ്റെ ഇത് അടഞ്ഞടഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് ഒരു ഐ സ്പെഷ്യലിൻ്റെ അടുത്ത് തന്നെ പോകണം. പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് കണ്ണ് ഡയലേറ്റ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ സാധാരണ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, കാരണം അവർ ഡയലേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഫീൽഡ് അതല്ലാത്തതുകൊണ്ട് അപ്പോൾ കഴിയുന്നതും ഒരു ഐ സ്പെഷ്യലിൻ്റെ അടുത്ത് തന്നെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിൻ്റെ സ്റ്റേജസ് എല്ലാം പറഞ്ഞു തരും. എന്നിട്ട് അവർ തന്നെ ഒരു പരിധിവരെ ഉള്ള മെഡിസിൻസും അവർ തരും. അപ്പോൾ ഇത് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ സർജറി ചെയ്തെങ്കിലേ മാറ്റമുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് സർജറി ചെയ്തിട്ട് അവർ സ്റ്റിച്ച് ചെയ്യുക, അതൊക്കെ ഒഴിപ്പാകൊന്നുമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഹോൾ സർജറി പോലുള്ള സർജറി അത് മാറ്റി കഴിഞ്ഞിട്ട് പ്രത്യേക ലെൻസ് ഇടും. ആ ലെൻസ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതുകൊണ്ട് അത് ഡിപ്പെൻസ്. അത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐ സ്പെഷ്യലിസ്റ്റ് അത് മാനേജ് ചെയ്യും. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പിന്നെ ഈ കാഴ്ചക്കുറവ് ന്യൂറോപ്പതി കൊണ്ടുവരാം. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണിക്കും. അതിന് ഡയബറ്റിക് ന്യൂറോപ്പതി. അപ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർക്കും വരാം. അത് ഞരമ്പിനെ ബാധിക്കുന്നതാണ്. അത് കാറ്ററാക്റ്റുമായിട്ട് ബന്ധമുണ്ട്, എന്നാൽ തന്നെ ഒരു ഡയറക്റ്റ് ബന്ധം വരുന്നില്ല. കാഴ്ചയ്ക്കുള്ള വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഓൾഡ് ഏജ്, അതായത് ഈ പ്രായത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ന്യൂറോപ്പതി കൊണ്ടുള്ളത് വരാം. അപ്പോൾ അതിന് സർജറി ഒന്നും ശരിയാവില്ല. അതിന് വൈറ്റമിൻസ് അതുപോലൊക്കെ ഉള്ളത് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാറ്ററാക്റ്റ് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഹാര രീതി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ നമ്മുടെ ഈ നോൺ വെജ് കഴിച്ച ആൾക്ക് അവരുടെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. അപ്പോൾ ഏത് സോക്കേടും ഏത് അവയവത്തിനും എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ കൊച്ചു കുട്ടികളിൽ തന്നെ ഇപ്പോൾ കാറ്ററാക്റ്റ് കാണുന്നുണ്ട്. ചുരുക്കമാണെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് തന്നെ നമുക്ക് പറയാം, ഈ കൊച്ചു കുട്ടികൾക്ക് കാഴ്ചക്കുറവ് വരും. അത് കാറ്ററാക്റ്റിന് മാത്രമല്ല, മറ്റു പല കാരണങ്ങളും കൊണ്ട് വരും. പക്ഷേ പണ്ടൊന്നും ഇത്രയും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു ഐ സ്പെഷ്യലിനെ കൊണ്ട് നോക്കിച്ചിട്ട്
കഴിയുന്നതും അവരെ കൊണ്ട് എക്സാമിൻ ചെയ്തിട്ട് അവർ ഉപദേശിച്ച് തരും. അപ്പോൾ ചിലത് ഈ കാറ്ററാക്ട് ചെയ്യേണ്ട സമയമായി കാണും, മെച്ചൂർഡായി കാണും, അല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യാൻ പറയും. ഈ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ആയുർവേദത്തിന് അതിന് മെഡിസിനുണ്ട്, ഹോമിയോപ്പതി മെഡിസിനുണ്ട്, മോഡേൺ മെഡിസിനും ന്യൂട്രീഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അവർക്കതറിയാം. അത് ഒരു ലെവൽ വരെ നമുക്ക് സാധിക്കും. അപ്പം ഇതേപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ എങ്കിൽ തന്നെ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. അപ്പോൾ ഇതിന് ഏറ്റവും ഈ ബ്ലോക്കുകൾ വരെയും നമുക്കൊരു 90% ബ്ലോക്ക് ആയിക്കഴിഞ്ഞാലും ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്കത് ഒരു 80-85% ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സർജറിയുടെ ആവശ്യമില്ലാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.